അപ്പൊ എന്നെ ഈ ലുക്കിൽ കാണുമ്പോൾ തന്നെ എനിക്ക് മനസ്സിലാവും എന്തോ ഷൂട്ട്, എന്തോ പരിപാടി ഉണ്ട്. അത് ഒരു ഷൂട്ടാണ്, ഭയങ്കര വലിയ ഷൂട്ടല്ല, ചെറിയ ഷൂട്ട്, പക്ഷെ അത് പറ്റുന്ന ഒരു വലിയ ഷൂട്ടായി പോയി. എന്ത് ചെയ്യാനാണ്. ഓഫ് കോഴ്സ് ഇത് ഈ ലുക്കിൽ എന്നെ കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇത് ചേച്ചിയുടെ മേക്കപ്പും ഹെയർ ഒക്കെ ചെയ്ത് അത് തന്നെയാണ്. ഹൂസ് ബിഹൈൻഡ് ദ ക്യാമറ? അമല ചേച്ചി. അപ്പോൾ സിന്ധു ഇതിപ്പോ ആക്ച്വലി വെളുപ്പാങ്കാലത്തെ ഒരു ഷൂട്ടാണ്. സത്യം പറഞ്ഞാൽ വീട്ടിലെല്ലാരെയും ഞാൻ ശല്യപ്പെടുത്തി ചെറുതായിട്ടൊന്ന്, പക്ഷെ വേറെ വഴിയില്ലായിരുന്നു. നമുക്ക് ഈ ഒരു ലൊക്കേഷൻ ഇറ്റ്സ് എ വെരി നൈസ് ലൊക്കേഷൻ ഈ സമയത്ത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് നമ്മളൊരു 7:30 എത്തി, 11 അകത്ത് പോകണം. സോ റെഡി ആവാൻ ഇനി മേ ബി ഒരു 1 hour 1.5 hours ഇൻസൈഡ് മാക്സിമം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടെ ഷൂട്ട് ചെയ്യും. ഒരു സാരിയാണ് ലുക്ക്, അങ്ങോട്ടോടും ഇങ്ങോട്ടോടും. ഇതൊക്കെയാണ് എൻ്റെ ഒരു ഇത്. ഇവിടെ കുറെ സ്ഥലം ഉള്ളതുകൊണ്ട് അവിടെ ഇരുന്നെടുക്കാം, ഇവിടെ ഇരുന്ന് അങ്ങനെ ചെയ്യാം. ഒരു മലയാളം സോങ്ങിലാണ് ഞാൻ ഷൂട്ട് ചെയ്യുന്ന, ആംശം എന്ന് പറയുന്ന സോങ്. ഐ റിയലി ലൈക്ക് ദാറ്റ് സോങ്. അപ്പോൾ ഇന്ന് അതാണ്, അത്രേ ഉള്ളൂ. സോ മുടി ഡാമേജ് ആയതുകൊണ്ടാണ് കേൾ ചെയ്യുന്നത്. അല്ലെങ്കിൽ പണ്ട് എനിക്ക് നല്ല കേൾസ് ഉണ്ടായിരുന്നു. യൂഷ്വലി അടുത്തൊക്കെ കുറേ ലുക്സ് ഞാൻ സ്ട്രെയിറ്റാണ് ചെയ്ത ഹെയർ. അപ്പോൾ ദിസ് ടൈം ഒരു കേൾ ലുക്ക്, കേൾസും സാരിയും കരിയൊക്കെ വരച്ച്, ഇതാണ് എൻ്റെ ഒരു ഇന്നത്തെ മെയിൻ ലുക്ക്. നമുക്ക് ഇനി അങ്ങോട്ട് കാണാം. ഇങ്ങോട്ട് നോക്കൂ. അടിക്കണ്ട, ബാക്കിൽ അടിക്കുന്ന രീതിയിലേ. താഴെ വെച്ച് എടുത്ത് നോക്കുമ്പോൾ ക്ലോസ് എടുക്കാൻ അഡ്ജസ്റ്റ്മെന്റ് ഇരിക്കട്ടെ, ഊരിപ്പോയാൽ ഇനി സ്റ്റില്ലായിട്ടിരുന്നോ, ഇനി ഒന്നുകൂടെ ചെയ്തോ. ഇത് കഴിഞ്ഞിട്ടുണ്ട്. ഈ ഫ്രെയിമും തൊട്ട് പോകുമ്പോഴത്തെ ഫ്രെയിമും കുറച്ച് ഇതിന്റെ വൈഡല്ലേ, അതെന്റെ ക്ലോസപ്പിൽ ഇങ്ങനെ നോക്കുന്ന പോലെ ജസ്റ്റ് ഒരു ഷോട്ട്. വ്ളോഗാണ്. Oh, hi, hello, good morning. This saree is only 400 rupees. 47. ഇനി
ഓ നൈസ്. പൊളി. മുടി നല്ല രസമുണ്ട്. ആ അത് കൊള്ളാം. ഹെയർ ആണ് ഹൈലൈറ്റ്. നമ്മുടെ ഷൂട്ട് കഴിഞ്ഞിരിക്കുന്നു. നമ്മൾ ടൈമൊക്കെ ക്രോസ് ചെയ്തു. ഐ തിങ്ക് ഇറ്റ് വാസ് റിയലി വർത്ത് ഇറ്റ്. നമുക്ക് കിട്ടേണ്ട ഓരോ കോണ്ടന്റ്, ആ ആംഗിള്, ലൈറ്റ്, സൺലൈറ്റ്, അകത്തുള്ള ലൈറ്റ്, ആർട്ടിഫിഷ്യൽ ലൈറ്റ്, നാച്ചുറൽ ലൈറ്റ് എല്ലാത്തിലും എടുത്തു. അതെ, സിന്ധു എന്ന് പറയുന്ന അൻസുനെ കാണാൻ നല്ല രസമായിട്ടുണ്ട്. അതിന്റെ റീസൺസ് തന്നെ ഇത് ഇവിടെ നിൽക്കുന്നുണ്ട്. അവനെ ചേച്ചി മറിയ ചേച്ചി എന്നെ ബ്യൂട്ടിഫുൾ ആയിട്ട് ഒരുക്കി വെച്ചു. യൂഷ്വലി ഞാൻ മേക്കപ്പ് ഇടുമ്പോൾ ഫൈൻ ഒരു ഫിനിഷ് കിട്ടത്തില്ല. എപ്പൊ മേക്കപ്പ് ഇടണമെങ്കിൽ അമല ചേച്ചി. യെസ്. സോ ദ സാരി വാസ് ഓൾസോ വർത്ത് ഇറ്റ് അല്ലേ? അല്ല, സൂപ്പർ ആയിട്ട് എനിക്ക് കൊടുത്തത്. ഞാൻ ആക്ച്വലി സാരി കൊടുത്ത എപ്പോഴും സാരി ഒന്നും അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിപ്പോ. അവസാനം പ്ലീറ്റ്സ് ഒക്കെ താഴെ കീഴൊക്കെ ചെയ്യും. അപ്പൊ എനിക്ക് ഡീസന്റ് ആയിട്ട് എഴുതുന്നത് സൂപ്പർ ആയിട്ട്. ഈ സ്ഥലം എന്തായാലും കൊള്ളാല്ലേ സിന്ധു? ദിസ് ഇസ് ജസ്റ്റ് ഭയങ്കര നിയർ ടു അവർ ഹൗസ് ആൻഡ് ഓൾസോ. ഓക്കെ, ദിസ് ഇസ് ദ ഫേവറേറ്റ്, എൻ്റെ ഫേവറേറ്റ് പ്ലേസ് ആയിരുന്നു ഇവിടുത്തെ ഉള്ള. ലൈക്ക് ഇവിടെ എടുത്ത വീഡിയോ ഫോട്ടോസ് എല്ലാം ഇസ് ലൈക്ക് സോ ഗുഡ്. ലൈക്ക് ഇവിടെ തന്നെ നാച്ചുറൽ ലൈറ്റും ഉണ്ട്. പിന്നെ നമ്മുടെ കയ്യിൽ മറ്റേ ഗോഡോക്സ് ലൈറ്റും ഉണ്ടായിരുന്നു. സോ ഓവറോൾ ഇറ്റ് വാസ് പെർഫെക്റ്റ്. ഐ ഡു ലവ് മൈ ലുക്ക് ആക്ച്വലി. കഴിഞ്ഞ കുറച്ച് കാലത്തിലെ മേക്കപ്പ് ഒക്കെ ഇട്ട ലുക്കിൽ എനിക്കിത് എൻ്റെ വൺ ഓഫ് മൈ ഫേവറേറ്റ്സ് ആണെന്ന് ഐ ഫീൽ. See, just look at this location. It's just wonderful. Oh, I like my saree though. വീട്ടിൽ വന്നപ്പോഴത്തേക്ക് ഓസി അമ്മ വന്നായിരുന്നു. അപ്പോൾ ഓസി എനിക്ക് പെട്ടെന്ന് ഇഷാനിയുടെ കടയിൽ നിന്ന് എനിക്കൊരു ഉടുപ്പ് മേടിച്ചു. അപ്പൊ ഞാൻ ഇഷാനിയെ കടയുള്ളൂ എന്നൊക്കെ ഇത് റിവേഴ്സ്ഡ് ആയിരിക്കും. ഞാൻ ഫ്ലിപ്പ് ആക്കുക. ഇറ്റ്സ് ഓഡറ്റ്. നിങ്ങൾക്ക് മേ ബി സം ഓഫ് മൈ വ്യൂവേഴ്സ് മൈറ്റ് നോ ഇഷാനിക്ക് ഒരു ക്യാരക്ടർ ഉണ്ട്, ഓഡറ്റ്. സോ ദാറ്റ്സ് എ സ്റ്റോർ കോൾ ഓഡറ്റ്, ലുലുമോളിൽ. സോ അവിടെ എനിക്ക് ഓസി ഒരു സൂപ്പർ ഫ്രോക്ക് എന്നെ ഫ്രോക്കാണ്. ലൈക്ക് ആ ഫ്രോക്ക് കണ്ടപ്പോൾ ഐ വാസ് ലൈക്ക്, അത് ഞാൻ ബിക്കോസ് ഐ ലവ് ഈ കളർ പേര് പോലും എനിക്കറിയില്ല. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കളറാണ് ഇത് രണ്ടും. അകത്ത് വെൽവെറ്റ് വെച്ചോളൂ നോക്കാം. മോള് കേട്ട രക്ഷയില്ലാത്ത ഉടുപ്പ്. ഇറ്റ്സ് ലൈക്ക് എ ലോങ് ഡ്രസ്. എനിക്ക് ട്രിപ്പ് പോകുമ്പോഴൊക്കെ ഇടാൻ വേണ്ടി ഓസി മേടിച്ചതാണ്. എന്നെക്കൊള്ള സൂപ്പർ ആയിട്ടുണ്ട്. എനിക്ക് റാൻഡം ആയിട്ട് ഓസി എന്തോ കവർ അത് ഇഷാന്റെ കടയിൽ നിന്ന് എനിക്കൊരു ഗിഫ്റ്റ്. അപ്പൊ ഞാൻ ഇങ്ങനെ സ്ട്രെസ് ഭയങ്കര ഹാപ്പി പോയി. പൊളിയാണ്, സൂപ്പർ. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഓസിയുടെ ഫ്രണ്ട് അഞ്ജലി ചേച്ചിയുടെ റിസപ്ഷൻ ആണ്. ഷീ ഗോട്ട് മാരീഡ് 2 days ബാക്ക്. ആൻഡ് ഞാൻ കുറേ ദിവസമായിട്ട് വെക്കേഷനൊക്കെ ആയിട്ട് ഒരു പരിപാടിക്ക് അങ്ങനെ പോയിട്ടില്ല. സോ നമ്മളിന്ന് അമ്മ ഷാനിയൊക്കെ സിയ സാരീസ് ഇടുന്നത്. ഞാനും ഇന്നൊരു സിയ സാരി ഇടുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാരിയായിരുന്നു. പക്ഷെ അന്ന് ഷൂട്ടിന് ഞാൻ ഇട്ടില്ല. ഇറ്റ്സ് ദ സാരി ദാറ്റ് അഹാന വോർ, ബ്ലാക്ക് വൺ. സോ ഐം ഗോണ ബി വെയറിങ് ദാറ്റ് ഇന്ന്. ആൻഡ് ചെറിയൊരു ഗെറ്റ് റെഡി വിത്ത് മീ ആയിരുന്നു പ്ലാൻ ചെയ്തത്. പക്ഷേ പക്ഷേ സമയമില്ല. അതുകൊണ്ട് ഞാൻ ഗെറ്റ് റെഡി വിത്ത് മീ എടുക്കുന്നില്ല. റെഡി. And hairstyle like it was so funny because you guys know that hair damage and it became really straight. അപ്പം ഞാൻ വെച്ചു മേ ബി ഐ ജസ്റ്റ് കേൾ ഫ്രണ്ടിലെത്ത മുടി മാത്രം. പക്ഷെ അത് ശരിയാവില്ല ബിക്കോസ് ഇവിടെ ഫുൾ സ്ട്രെയിറ്റ് ആയിട്ട് ഇവിടെ മാത്രം കേളായി ലുക്ക് ബാഡ്. സോ ഐ ഡിഡ് വേവ്സ് ചെറുതായിട്ട്, ലൈക്ക് ഫ്യൂ സ്ട്രാൻഡ്സ് മാത്രം. ബാക്കി ഇറ്റ്സ് എ ബ്രേഡ്. ആൻഡ് യെസ്, ദിസ് ഇസ് ദ സാരി, ദ ബ്ലാക്ക് വൺ. വേറെന്താ പറയാൻ വന്നത്, ഐ വോണ്ട് ടു വെയർ സം ഇയറിങ്സ്. പക്ഷെ ചേരുമെന്ന് എനിക്കറിയത്തില്ല. ഓ ഷേ, എന്താ ഇങ്ങനെ ഇരുട്ട്? ഇയറിങ്സ് വേണോ വേണ്ടേ? നോട്ട് ഷുവർ. മാലയൊന്നും വേണ്ട. മേ ബി ഏതെങ്കിലും സ്മോൾ ഇയറിങ്, ഐ ഗസ്. ഓക്കെ,
ഹായ് ഗൈസ്, നമ്മൾ കാറിലാണ്. വിത്തും നമ്മുടെ സിയയുടെ സാരി ഇട്ടിട്ടുണ്ട്. സിയ ഇവിടെ വേറൊരു കുട്ടിയുണ്ട്. പക്ഷെ സിയയുടെ സാരി അല്ല, കുർത്തിയാണ്. അത് പൊളി. സിന്ധു ഉണ്ട്, പക്ഷെ എനിക്ക് പറ്റുന്നില്ല. ക്യാമറ ഇനി എങ്ങനെ അങ്ങോട്ട് കൊണ്ടുപോകും എനിക്കറിയില്ല. സിന്ധു ഹായ്. എവിടെയായിരുന്നു ഈ പരിപാടി? അളകാപുരി. ഇറ്റ്സ് വെരി ക്ലോസ് ടു അവർ ഹൗസ്. This brown saree, it looked much better on you both. I think it needs nice sleeveless blouse. ശരി, നമ്മളിവിടെ എത്തി. ഹായ് മോം സിയയുടെ സാരി ഇട്ടിരിക്കുന്നു. നമ്മൾ സിയ സാരി ഇട്ടിരിക്കുന്നു. ഇവിടെ ഒരു ഫാമിലി ഉണ്ട്, ഫുൾ കളർ കോഡഡ് ആണ്. ഗൈസ് ഇങ്ങോട്ട് നോക്കേ. അശ്വിൻ, ഓസി, ഓമി. വാവ്, നിങ്ങളുടെ ഉടുപ്പ് നോക്കട്ടെ. ഒരു കോട്ടൺ ക്യാൻഡി കൊടുക്കുമല്ലേ? കോട്ടൺ ക്യാൻഡി. എന്റെ ഓമിയുടെ ഉടുപ്പിന്റെ എഴുത്തൊന്ന് കാണിച്ചോട്ടെ ഒരു മിനിറ്റ്. ബിഗ് ഫാൻ. OMY ഓമി. ശാന്തിനി. ഓൾ ഡൺ ബൈ ശാന്തിനി. ശാന്തിനിയുടെ വർക്ക് അമേസിംഗ് വർക്കാണ്. അത് കൊള്ളാം. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു നിങ്ങളുടെ കളർ കോംബോ. പൊളി. ഓംഷിയുടെ ഉടുപ്പ് നോക്ക് ഗൈസ്, ലൈക്ക് എല്ലാ അപ്പൊ ടുഡേ ഓംഷി ഇയറിംഗ് സ്റ്റീലറാണ്. എല്ലാവരുടെയും കമ്മൽ മോഷ്ടിക്കുന്നതാണ് ഓംഷിയുടെ മെയിൻ ഇത്. ഫ്ലെക്സിബിൾ. എന്റെ ഫ്ലെക്സിബിലിറ്റി കിട്ടി തോന്നുന്നു. നടക്കാൻ തുടങ്ങാത്തോണ്ട് കുഴപ്പമില്ല. അത് ചപ്പല് ക്ലീൻ, അതുകൊണ്ട് കുഴപ്പമില്ല. എന്നാലും ഓംഷി ഷൂ ഒന്നും കഴിക്കണ്ട, നമുക്ക് ഭക്ഷണം തരാം. ഓംഷിക്ക് നല്ല വിശപ്പുണ്ടെന്ന് തോന്നുന്നു. ഇഷാനി കുറച്ചിങ്ങോട്ട് ടേസ്റ്റ് വരും. ഹാഫ് ടീസ്പൂൺ ടീസ്പൂണിന് ഹാഫ് എടുക്കും. പക്ഷെ എത്ര ഹൈറ്റ് വരാൻ എനിക്കറിയാം. ഓംഷി നോ. ഓംഷി എന്ത് നോയ്സിയാ? ഓംഷി മതി. ബൈ ഓംഷി. എട് Luma, Giselle, Victoria. ഹൻസിന്റെ മുഖം കാണുന്നില്ല. ഇവിടുത്തെ രാമുഷാൻ പോയി കൊറേ വർഷങ്ങളെ കണ്ടല്ലേ എന്റെ ബ്ലോഗില് വന്നത്. എന്റെ ബ്ലോഗിൽ കുറെ വർഷമായി പ്രോപ്പർ ആയിട്ട് വന്നത്. ബേബി ഷവർ അല്ല, മറ്റേ ഒരു വ്ളോഗ് ഇല്ല, നൂഡിൽസ് ഉണ്ടാക്കുന്നത്. അതിലാണ് പൊളിയായിട്ട് വന്നത്. നമ്മൾ ഇനി നൂഡിൽസ് ഉണ്ടാക്കണ്ടേ? ഇനി നൂഡിൽസ് ഉണ്ടാക്കണ്ടേ? ഡിഫറെന്റ് ടൈപ്സ് ഓഫ് നൂഡിൽസ് ഉണ്ടാക്കുക. കുറെ ഉണ്ടാക്കണം അല്ലേ?
പിന്നെ ഞാന് നമ്മുടെ പടത്തിന് ഒരുമിച്ച് പോകണം. അതാ അതെ അതെ ഇവരെപ്പോഴും സിനിമയ്ക്ക് മോശം ഞാൻ ഉദ്ദേശിച്ച അൻസിക അഭിനയിച്ച അതേത് പടം ചുമ്മാ പറയല്ലേ. ഫ്യൂച്ചറിൽ അഭിനയിക്കുമ്പോ കാണാം. ഹലോ ഫ്യൂച്ചറിൽ അഭിനയിക്കുമ്പോ ഞാൻ 10 വർഷം കഴിഞ്ഞിട്ട് ഒരുമിച്ച് സിനിമയ്ക്ക് പോകണം. നമുക്ക് ഈ ആഴ്ച ഒരു സിനിമയ്ക്ക് പോകണം. ഇവരെപ്പോഴും പോകും, ഞാൻ അറിയാറില്ല. രാത്രിയോ അതെ കുറെ നാളെ ഞാൻ കാണുന്നത്. അതാണ് എക്സാം തിരക്കൊക്കെ വർഷങ്ങളായി. ശരി, സിനിമയ്ക്ക് പോകുമ്പോ എന്നെ വിളിക്കണേ. താങ്ക് യു. അഞ്ജു ബി അല്ല പിന്നെ നമ്മൾ പൂക്കളുടെ ഒരു ഡാൻസ് ട്രെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സജനാനെ നമുക്ക് കൊറിയോഗ്രാഫി ചെയ്ത് തരുമായിരുന്നു. അപ്പോൾ നമ്മൾ ഒരിക്കൽ പ്രാക്ടീസ് ചെയ്തായിരുന്നു. അന്ന് പഠിച്ചതേ ഉള്ളൂ. അന്ന് പഠിച്ചു പ്രാക്ടീസ് ചെയ്തു. ഇന്ന് നമ്മൾ വീണ്ടും പോകാം. ഐ തിങ്ക് വി ആർ പ്ലാനിങ് ടു ഷോ ടുമോറോ. ഇറ്റ്സ് ലൈക്ക് ഒരു സെമി ക്ലാസിക്കൽ ഡാൻസ്. നമ്മൾ 3 പേരും ചെയ്യുന്നുണ്ട്. ഇഷാനി, ഹന, നീ. സെമി ക്ലാസിക്കലാണ്. കുറച്ച് ക്ലാസിക്കൽ സ്റ്റെപ്സ് ഉണ്ട്, ബട്ട് ഇറ്റ്സ് നോട്ട് കംപ്ലീറ്റ്ലി ക്ലാസിക്കൽ. സോ സെമി ക്ലാസിക്കൽ. അതെ, ആ വൈബ്. സോ ആക്ച്വലി ഇപ്പോൾ 9 മണി ആവാറായി. ഇന്നാണ് നൈറ്റ് ഷൂട്ടാണ്, പക്ഷെ നമുക്ക് മോർണിംഗ് പറ്റിയില്ല. നൈറ്റ് ഷൂട്ട് അല്ല, സോറി, നൈറ്റ് പ്രാക്ടീസ് ചെയ്യാം. എനിവേസ് ഞാൻ ഈശ്വരനെ പറയാം, നമ്മൾ റിസപ്ഷനിൽ പോയി ഫുഡൊക്കെ കഴിച്ചാൽ വി ആർ വെരി ടയേർഡ്. നമുക്ക് അവിടെ പോയിട്ട് നമുക്ക് എനർജിയോടെ കളിക്കാനുള്ളതാണ്. നമുക്ക് നോക്കട്ടെ അവിടെ പോയിട്ട് എന്താണെന്ന് നോക്കാം. ഓക്കെ ഗൈസ്, ബൈ. ഓക്കെ ഗൈസ്, വി ആർ ബാക്ക് ഹോം. എനിക്ക് അത്രയ്ക്കൊന്നും വ്ളോഗ് ചെയ്യാൻ പറ്റിയില്ല, പക്ഷേ എത്രയോ വർഷത്തിന് ശേഷം ഒന്നും അശ്വിൻ എൻ്റെ വ്ളോഗിലുണ്ടായിരുന്നത്. ലൈക്ക് അവസാനമൊക്കെ മാഗി ഉണ്ടാക്കുന്ന അത് ഹിറ്റായിരുന്നു, എന്ത് ഹിറ്റായിരുന്നു. സോ നമ്മൾ നോമിനെ കാണാൻ പറ്റുന്നുള്ളൊരു എക്സൈറ്റ്മെൻറ്റ് നമ്മളെല്ലാവരും ഉണ്ട്. നോമിയുടെ ഉടുപ്പൊക്കെ അയ്യോ. ആൻഡ് ഐ വാസ് ഹാപ്പി നമ്മളെല്ലാവരും സിയുടെ സാരീസ് ഇട്ട് പോയി. ആൻഡ് ഈ സാരി എനിക്ക് അന്നേ ഇടണം നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. സോ ഐ ആക്ച്വലി ലൈക്ക് ഇറ്റ്. എനിക്ക് ചേരും. ഐ ലൈക്ക് ബ്ലാക്ക് സാരീസ് ആക്ച്വലി, പക്ഷെ നമ്മൾ ഇട്ടിട്ടില്ല അധികം ബ്ലാക്ക് സാരീസ്. സിന്ധുവിന് ഇഷ്ടമൊന്നുണ്ടോ? ചേരുന്നുണ്ടോ? എനിക്ക് ഉള്ളത് അത്രേ ഉള്ളൂ. അപ്പോൾ കൊള്ളില്ല, നന്നായിട്ടുണ്ട്. താങ്ക്സ്. അതെ, ശരി, താങ്ക്സ്. ബൈ. വിത്ത് വന്ന ഹായ് പറഞ്ഞിപ്പോ. ഈ സാരിയുടെ പേര് ഹായ്. വിത്ത് വാ. ഈ സാരിയുടെ പേര് ഷാംപെയിൻ. എന്റെ സാരിയുടെ പേര് എന്തോന്നൊരു പേരുണ്ടായിരുന്നല്ലോ. ബ്ലാക്ക് മറന്നുപോയി, പെട്ടെന്ന് മറന്നുപോയി. അടുത്തടുത്ത് നിൽക്കും സംസാരിച്ചു. എനിക്ക് ചേർന്നുണ്ട് ഈ സാരി. ഞാനിട്ടെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരുന്നു, പക്ഷെ കുഴപ്പമില്ല. ഞാൻ എനിക്ക് സാരി അന്ന് ഇടണം എന്നുണ്ടായിരുന്നല്ലോ, പക്ഷെ നടന്നില്ല. ഇതും കൊള്ളാം. ഓക്കെ ഗൈസ്, നമ്മൾ സിയുടെ സാരിയാണ് ഇട്ടേക്കുന്നത്. ആക്ച്വലി ഫോർഗോട്ട് ഇതിൻ്റെ പേര്, ബട്ട് ഐ മെൻഷൻ ഇട്ട്. പക്ഷേ ഇത് രണ്ടും ഇപ്പോൾ സോൾഡ് ഔട്ട്. ബിക്കോസ് ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടു. but we'll be coming up with more new such sarees. collections. That's actually very cute. ഇത്രയും ഇതിൽ എംബ്രോയിഡറി ഉണ്ടായിരുന്നു ഞാൻ അറിഞ്ഞില്ല. നല്ല വർക്കാണ് കേട്ടോ. ഓമി വലിച്ച് പൊട്ടിക്കാൻ നോക്കിയപ്പോഴാണ് എനിക്ക് ഞാൻ നോക്കിയത്. അതിനകത്ത് ഫുള്ള് മുത്താണ്. പൂക്കൾ എഡിഷൻ, സാരി എഡിഷൻ. യെസ് ഗൈസ്, അപ്പോൾ ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു സോ മച്ച്. ഇനി വേറെ ഏതെങ്കിലും ഡേ ഞാൻ കാണിക്കുന്നതായിരിക്കും, ബിക്കോസ് ഇന്ന് അധികം ഒന്നും എടുക്കാൻ പറ്റില്ല. എനിവേസ്, So it's not just a single day vlog. No, അതിന് വേണ്ടിയൊന്നുമില്ലല്ലോ. ജസ്റ്റ് ലൈക്ക് മീ. എന്റെ കഴിഞ്ഞ വ്ളോഗിന് ഇൻസ്പയർ. ഹലോ നമ്മൾ കുറെ നാളായി പണി തുടങ്ങി. ലൈക്ക് a week in my life ഒക്കെ പോലെ. അല്ല, പക്ഷെ അങ്ങനെ ചിലപ്പോൾ വേണമെങ്കിൽ ആക്കാം. Okay. വീക്ക് നല്ല ലെൻസ്, വിത്തിന്റെ ലെൻസിന്റെ ഒരു ക്ലോസ് എടുത്ത്. വിത്തിന്റെ ഒറിജിനൽ കൺവെൻഷൻ ഒരു ഓൾമോസ്റ്റ് അതുപോലെ, പക്ഷെ ലെൻസ് കൊള്ളാം. കുറച്ചുകൂടെ ഒന്ന് എൻഹാൻസ് ആവും. ഞാൻ മേടിക്കുന്ന കളേഴ്സ് ഒക്കെ കുറച്ചുകൂടെ നല്ലതാണ്. ഹാൻസ് മേടിക്കുന്ന ചിലപ്പോൾ എന്റെ നല്ല കളർ ലെൻസ് ഉണ്ടോ? ഉണ്ട്, പക്ഷെ അത് ചിലപ്പോൾ കുറച്ച് ഓവറായി പോകും. എനിക്ക് ആക്ച്വലി ലെൻസ് വെക്കാൻ ഒരു ഇൻട്രസ്റ്റ്, ഒരു എക്സൈറ്റ്മെന്റ് വെച്ച് കഴിയുമ്പോൾ വിചാരിക്കുകയോ വേണ്ടായിരുന്നു. എനിക്ക് അത്ര കംഫർട്ടബിൾ അല്ല. എടാ അമ്മു വിളിക്കുന്നു. We have to go. Right. Yeah, we have to Okay, go. so practice actually I can vlog, no? Yeah, you can. Practice the Yeah, dance yeah. practice. Pookal dance is coming soon. Okay, bye. yeah. മൈൻഡ് ചെയ്യണ്ട. ഇല്ല, എക്സ്പ്രഷനിൽ മാത്രം.
കറക്റ്റ് നല്ല രസമുണ്ട്. നല്ല രസമുണ്ട്. അത് നല്ല രസമാണ്. വാവ്. ഇനി പതുക്കെ അത് എന്നിട്ട് 1 2 ഒരുപാട് പോവില്ല. 1 2 3 4 ഇത് ചെയ്യുമ്പോ കൈ മേലെ കൈ മേലിങ്ങനെ ഇങ്ങനെ 1 2 3 അതേ കൈ തിരിച്ചു കൊണ്ടുവന്ന് 3 4 1 2 3 4 1 2 3 4 കറങ്ങി അവളോട് ഒന്ന് പോയിട്ട് അറിയാം. ആ സ്റ്റാൻഡാക്കി വന്നാൽ നീ കുറച്ച് ഫാസ്റ്റ് ആണ് മനസ്സിലാക്കുക. 1 2 1 2 3 4 കത്തൊക്കെ പോലെ. അപ്പൊ ഇനി അവൾ ഒറ്റ കേട്ട് 1 2 3 4 ഇപ്പൊ കറക്റ്റ് കുഴപ്പമില്ല ശരി. സ്പീഡ് കൂടി സാരമില്ല. അത് നീ 1 2 3 4 ആക്കിയാ മതി. ഓക്കെ വാ ശരി. നീ അത് തീരണേ മുന്നേ അറിയ പാട്ടുണ്ട്. 1 2 3 1 2 3 മുഖം മൂടാണ്ട. അത് നന്നായിട്ട് നല്ല രസം തുടങ്ങി. വെരി ഗുഡ്. അത് നല്ല അതൊക്കെ സൂപ്പർ സ്പീഡ് കൊണ്ടാണ്. അത് വാവ്. ഇത്രയും പൊഷൻ അവിടെ വായിക്കേ. അതാ ഈ ലാസ്റ്റ് പൊഷൻ മൊത്തം അവിടെ പ്രശ്നമാണ് എനിക്ക് വേണ്ടത്. ഇങ്ങനെ ഇങ്ങനെ ഇത്രയും ഞാൻ ഇതായാലും അല്ല നമ്മൾ തമ്മിലൊരു ബന്ധം. നിങ്ങൾ തമ്മിൽ ഒരു കണക്ഷൻ വേണം. 3 സ്റ്റൈലാണ്. എന്നാ അമ്മു should be that side, this should be out that side. ആ സൈഡ് ഫേവർ ചെയ്യണം തോന്നുന്നു. നീട്ടി വെക്കുന്നത്. അപ്പൊ നീ ബാക്ക് ആണ് നോക്കുന്നത്, ഇതാണോ നീ നോക്കുന്നത്? ഇതായിരിക്കും. അപ്പൊ നീ അതാണെങ്കിൽ നിന്റെ മുഖം ഇങ്ങനെ ഇവിടെ ഇവിടെ വന്നിട്ട് ഞാൻ തിരിച്ചു നോക്കാൻ അല്ല അത് നീ പറ്റിയത് ഇതാണ്. ഇതും ഇങ്ങനെ It's only in your hand. You can't fold out. അതായത് ഇത് താഴണ്ട, സ്ട്രെയിറ്റ് ആണ്. ഇത് തന്നെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത്. എഫേർട്ട് ഇട്ടല്ല, ലൈക്ക് സ്മൂത്ത് ആയിട്ട് സ്മൂത്തായിട്ട് പോകണം. 1 2 3 ഇങ്ങനെ എടുത്ത് അല്ല നിന്റെ ഒന്നുകൂടെ ശരിയാവും. ഇത് കൂടെ ശരിയായി. ഇനി അതേപോലെ പോകും പിടിക്കുന്നു. ഓമിയുടെ എടുത്ത് നിങ്ങൾ ഇങ്ങനെ ആക്കത്തില്ല. അത് ചെയ്തേ 5 6 7 8 ടീങ് ടീങ്. അപ്പൊ മ്യൂസിക് ഇങ്ങനെ മൂവി ഉണ്ടെന്ന് കഴിയില്ല. അങ്ങനെയല്ല. ഞാൻ എന്താ അന്നും പറഞ്ഞ എന്താണ്, നമ്മളിൽ വന്ന് നമ്മുടെ ഒരു സാധനം അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കും. 1 2 2 അടുത്തത് 3 4 ചെയ്തേ. അത് കാണാനായിരുന്നു കാണിച്ചത്. ഹാൻസ് എങ്ങനെ ചെയ്തത്? ആക്ച്വലി നല്ല രസമുണ്ട്. അങ്ങനെ ചെയ്യണം. ഇതാണ് അവൾ അങ്ങനെ ഒന്നും നീ ചെയ്ത പോലെ ഇവിടെ ലുക്ക് ഇങ്ങനെ പോണ പോലെ. ഫിംഗേഴ്സ് എന്താ നന്നായിട്ട് വെക്കാത്തെ?
ഓ നിങ്ങൾ ഏത് സ്റ്റൈലിലേക്കാണ്? ഇപ്പോഴാണ് അത് മനസ്സിലായി ഏത് സൈഡിലാണ്. അതായത് ഞാൻ ഫ്രം ലെഫ്റ്റ് ആണ് നോക്കുന്നത്, നീ ഫ്രം റൈറ്റ് ആണ് നോക്കുന്നത്. ഞാനും ലെഫ്റ്റ് ആണല്ലേ? ചെറുതായിട്ട് ഇനി കൈ ഇങ്ങനെ ഇങ്ങോട്ട് നോക്കുക. അത്രേ ഉള്ളൂ. ഇപ്പൊ കൈ കൊണ്ട് കുറച്ച് അല്ലടി ഇങ്ങനെ ഇങ്ങനെ പോലെ ഇങ്ങനെ ഇപ്പൊ നോക്കി അവള് ചെയ്യുന്ന നോക്ക്. എല്ലാം അറിയാം പക്ഷെ ചെയ്യില്ല, അതിന് കുറ്റം പറയും. നോക്കി ഇത്രേ ഉള്ളൂ. ഇത്രേ ഉള്ളൂ. അതല്ല ഞാൻ അന്നേ പറഞ്ഞു ഇത്രേ ഉള്ളൂ. കൈ എങ്ങനെയാ കറക്റ്റ് പോണ്ട് വിരള്? അയ്യോ അങ്ങനെയൊന്നും പറയാം. അപ്പൊ ഇപ്പൊ അമ്മ റിയ കാണിച്ചു വിടും വിരൾ എങ്ങനെയാ പോണ്ട്. ഇനി 5 ഇതിനൊക്കെയുള്ളത് ഈ ടേൺ ചെയ്ത് എങ്ങോട്ടാണ്, ഏത് ഭാഗത്തോട്ടാണ് ടേൺ ചെയ്തത്? ഇതായിരുന്നു അല്ല അതെ. ഇതിന് പോവില്ലേ, ഇതിനെങ്ങനെ ടേൺ ചെയ്യുന്നത്? അതൊന്നും എനിക്ക് ഞാൻ ഇവിടെ നിന്ന് അവളവിടെ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. അത് സ്ലോ മോഷൻ ചെയ്യാം. 1 2 3 1 2 അല്ല, അത് മുമ്പോളാ. അതിന് മുന്നേ ഉള്ളത് 1 2 3 ഞാൻ ഈ സൈഡ് 5 6 7 8 7 8 ഇങ്ങനെ വാ. ആ. ഇനി എങ്ങനെയാ നീ പോണത്? അതായത് 1 ഞാൻ ഇങ്ങോട്ടാണ്. ആ, മനസ്സിലായോ? ഞാനതിരിക്കാം. ആ, അതാ ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് ഞാൻ ശ്രദ്ധിച്ചു. 1 2 3 4. ആ, അങ്ങനെയാ നീ ഇപ്പൊ. അങ്ങനെയല്ല, അങ്ങനെയല്ല അല്ല നീ ഇപ്പത്ത് അങ്ങനെയല്ല. ഒന്നുകൂടെ ചെയ്ത് സൈഡിലേ കൊണ്ട് അല്ല നമ്മൾ ഇങ്ങോട്ടാണ്. ഇങ്ങോട്ടാണ്. ആ. അങ്ങോട്ട് ഇതിലേ പോകാൻ പറ്റുള്ളൂ. ഇപ്പൊ നീ എന്താ നീ അവിടെ കിടന്ന് എന്തൊക്കെയോ കാണിക്കുന്നത്. നീ മറ്റേ എന്തൊക്കെയോ നീ കാണിക്കുന്നത്. അതങ്ങനെയല്ല. അത് ഇപ്പൊ അങ്ങനെയല്ല. ചേച്ചി 1 2 3 4 3 4 കഴിഞ്ഞ് 3 4 നീ ചെയ്തില്ല. 1 2 3 4. ആ, അടുത്തത് ഇനി അങ്ങോട്ട് അങ്ങോട്ട്. ആ, അങ്ങോട്ട്. ആ, ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. അത് ചെയ്താൽ നീ ഇവിടെ തന്നെ എത്തും. ഹായ് ഗൈസ്, ക്യാമറ വെച്ചിട്ടുണ്ട്. ഹായ്, നമ്മുടെ ഡാൻസ് ഷൂട്ട് നടക്കുക. ഇതിലല്ല, നീ ഇപ്പൊ റിയൽ ലൈഫിൽ എന്താ മാത്രം സെപ്പറേറ്റ് എടുക്കാം. ഓക്കെ, ബാക്ക് ടു ഷൂട്ട്. അല്ല ഞാൻ ബാക്ക് ഇറങ്ങിയപ്പോഴത്തേക്ക് ടൈമായി. ആക്ച്വലി ബാക്കി ഇറങ്ങി തന്നെ നിൽക്കും. അതിലിപ്പം ബാക്കി വരണ്ട.
സജനയ്ക്ക് ഇഷാന് എത്ര ഹൈറ്റേ ഉള്ളൂ? I thought you were very tall. സജനയുടെ അത്ര ഹൈറ്റ് ഉണ്ടോന്ന് ചോദിച്ചു. എനിക്ക് സജന ഭയങ്കര ചോളെന്നാണ് എന്റെ വിചാരം. ഞാൻ ചോളാ, അത് accept ചെയ്യും. എനിക്ക് കുറച്ചുകൂടി റൈറ്റ്. Okay, hi guys. Nice സൽവാർ. ഇത് ബിത്തു തന്നെയാണ്, ബിത്തുൻ്റെ സൽവാർ. ആക്ച്വലി ഈ ലൈറ്റ്, ഞാൻ ആക്ച്വലി ലൈറ്റ് സംഭവം ഇതേ ഫോണിൽ ഫിക്സ് ചെയ്തിട്ടുണ്ട്. This is my another salwar. ഭയങ്കര വെയിറ്റ് ബിത്തു, എനിക്ക് താങ്ങാൻ പറ്റുന്നില്ല. I'll do one thing, I'll sit here. ബിത്തു കൊള്ളാം, സൂപ്പർ. ഓക്കെ ഗൈസ്, അങ്ങനെ ഏതൊക്കെ ദിവസത്തിൻ്റെ വീഡിയോ ഞാൻ എടുത്തത്? അന്ന് നമ്മൾ റിസപ്ഷന് പോയതിൻ്റെയും ഡാൻസ് പ്രാക്ടീസിൻ്റെയും. നൗ ഞാനും ഷാനി ഇപ്പം ഹൈദരാബാദിലാണ് വിത്ത് ഡാഡ്. സോ ടുഡേ വാസ് എ ലോങ് ഡേ. എനിക്ക് ഇന്നിപ്പോൾ ഞെട്ടേക്കുന്നതും ഇഷാൻ്റെ സൽവാറാണ്. ബിക്കോസ് എനിക്ക് ആകെ ഇപ്പോൾ ഒരു നല്ല വെരി നൈസ് സൽവാറിലുള്ളത് വാസ് എ യെല്ലോ വൺ വിച്ച് വോണ്ട് സൂട്ട് ദി ഒക്കേഷൻ. കാരണം ബിത്തു നല്ല മുത്തൊക്കെ ഉള്ള സാധനം ടൈപ്പ്, എനിക്ക് മുത്തുള്ളതില്ല. സോ ബിത്തുവിൻ്റെ ഒരു നല്ല യെല്ലോ സൽവാർ ഇട്ടേക്കുന്നത്, ഇറ്റ്സ് വെരി നൈസ്. യാതൊന്നല്ല, ഞാൻ പറയട്ടെ കാര്യം. അപ്പോൾ ഇന്ന് വി മെറ്റ് ഫ്യൂ പീപ്പിൾ ആൻഡ് നമ്മൾ തിരിച്ച് വന്ന ടൈമിലേക്ക് ഫോണിൽ കുറേ നോട്ടിഫിക്കേഷൻസ്. സോ ആസ് യു ഓൾ നോ, എൻ്റെ കോളേജൊക്കെ കഴിഞ്ഞു. കോളേജ് കഴിഞ്ഞു ഇൻ ദ സെൻസ് എക്സാംസ് കഴിഞ്ഞു. കോളേജ് കഴിഞ്ഞില്ല കംപ്ലീറ്റ്ലി, ക്ലാസ്സസ് കഴിഞ്ഞു, എക്സാംസ് കഴിഞ്ഞു. ബട്ട് ഐ ഡിഡ്ന്റ് ഗ്രാജുവേറ്റ് യെറ്റ്. സോ ഇന്ന് എനിക്ക് പെട്ടെന്ന് നോക്കിയപ്പോൾ ഫോണിൽ കുറേ നോട്ടിഫിക്കേഷൻസ്, കുറേ PDF ഒക്കെ വന്നേക്കുന്നത്. അപ്പോൾ S6 റിസൾട്ട്സ് കെയിം. സോ ഐ ഡിഡ്ന്റ് എക്സ്പെക്ട് ദ റിസൾട്ട്സ് ടു കം സോ ക്വിക്ക്ലി ബിക്കോസ് എക്സാം തീർന്നിട്ട് 1 month ആകുന്നതേ ഉള്ളൂ. ആക്ച്വലി 1 monthലാണ്. ഐ കൈൻഡ് ഓഫ് ഫോർഗോട്ട്. നോക്കിയപ്പോൾ റിസൾട്ട്സ്. സോ ഐ വാസ് സോ സ്കെയർഡ് ബിക്കോസ് എനിക്കില്ല കുറേ ഡേയ്സ് ഞാൻ കട്ടായിരുന്നു. എനിക്ക് ഷൂട്ടുള്ളതുകൊണ്ട് ഞാൻ കുറേ ഡേയ്സ് പോയില്ല കോളേജിൽ. കുറേ ഡേയ്സ് ഇൻ ദ സെൻസ് ഒരു ടോട്ടലി ഒരു 15 ഇല്ല 10 ഒക്കെ പോലെ. വെയിറ്റ് 1 second. ഓക്കെ ഗൈസ്, എനിക്ക് വീഡിയോ കട്ടായി ബിക്കോസ് മിസ്റ്റർ ഓമി നമ്മൾ വീഡിയോ കോൾ ചെയ്ത് എന്ത് ചെയ്യാനാണ്. സോ ഐ വാസ് സേയിങ്, എനിക്ക് കുറേ നോട്ടിഫിക്കേഷൻ വന്നു, PDFs ഒക്കെ വന്നു. നോക്കിയപ്പോഴത്തേക്ക് ബിക്കോസ് എനിക്ക് ഷൂട്ടിനൊക്കെ പോകാനുള്ള ഒത്തിരി ഡേയ്സ് ഞാൻ ആബ്സെൻറ്റ്. ഒത്തിരി ഡേയ്സ് ഇൻ ദ സെൻസ് ലൈക്ക് ഒരിക്കലും ഐ വാസ് ലൈക്ക് അറ്റൻഡൻസ് കാരണം എനിക്ക് ഒരിക്കലും A grade കിട്ടില്ല ബിക്കോസ് ഐ സ്റ്റഡീഡ് സോ വെൽ ആൻഡ് ഐ റോട്ട് ദി എക്സാം സോ വെൽ. അറ്റൻഡൻസ് മാർക്കിൽ ആഡ് ആവുന്നത് കൊണ്ട് മാത്രം B ആയി പോകുമെന്ന് ഞാൻ ഇങ്ങനെയായിരുന്നു. ഐ അക്സെപ്റ്റഡ്. റിസൾട്ട് ഒന്നുമേ നോക്കുക 05 is my roll number. അവിടെ ഏന്ന് എഴുതി കാണിക്കുന്നത്. I'm like no see A കിട്ടി, പക്ഷെ A മാത്രമല്ല എൻ്റെ SEM 1, 2, 3, 4, 5, 6 ഹയസ്റ്റ് ആണെങ്കിൽ SEM 6 കിട്ടുക. ദാറ്റ് ഈസ് അൺബിലീവബിൾ. അതെങ്ങനെയാണെന്ന് വെച്ചാൽ എനിക്കറിയത്തില്ല ബിക്കോസ് ഓക്കെ സി ഐ സ്റ്റഡീഡ് റിയലി വെൽ. പക്ഷെ എനിക്ക് അറ്റൻഡൻസിൻ്റെ ഒരു പേടി ഉണ്ടായിരുന്നു. അവസാനമൊക്കെ എനിക്ക് അറ്റൻഡൻസ് ഉണ്ടായിരുന്നു വെച്ചാൽ ഓൾമോസ്റ്റ് 90 പോലെ ഉണ്ടായിരുന്നു. ടോട്ടൽ എല്ലാത്തിനും 90 ഒന്നും ഇല്ലായിരുന്നു. ബട്ട് മേ ബി മൈ മാർക്സ് വാസ് സോ നൈസ്, അറ്റൻഡൻസ് അങ്ങനെ വന്ന് A grade വന്നു. ഇപ്പം ആലോചിച്ച് നോക്കിയപ്പോൾ ഐ ഈവൻ സ്റ്റഡീഡ് ഷൂട്ട് സെറ്റിൻ്റെ ഇടയിൽ, ഷൂട്ടിങ്ങിന് പോയിക്കൊണ്ടിരുന്ന ട്രാവലിങ്ങിൻ്റെ ഇടയിൽ, ട്രെയിനിലിരുന്ന്, ഫ്ലൈറ്റിലിരുന്ന്, എയർപോർട്ടിലിരുന്ന്, ഞാൻ എവിടെയൊക്കെ പോയി പഠിച്ചെന്ന് എനിക്ക് ഓർമ്മയില്ല. സോ പഠിത്തം വയസ്സ് നോക്കിയപ്പോൾ ഐ ഡിഡ് മൈ ബെസ്റ്റ് ബിക്കോസ് അത്രയ്ക്ക് ഞാൻ പഠിക്കുന്നതിൽ ഐ മീൻ എൻ്റെ ഒരു വേർഷൻ, എൻ്റെ ഒരു സബ്ജക്റ്റിലെയാണ് ഉദ്ദേശിച്ചത്. ഞാൻ ഭയങ്കര പഠിപ്പിച്ചിട്ടാണെന്നല്ല ഉദ്ദേശിച്ചത്.
ആവുന്നതിൽ കുഴപ്പമൊന്നുമില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടം ആക്ച്വലി പഠിക്കാൻ. ബട്ട് എൻ്റെ കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷിന് വേണ്ടിയിട്ട് ഞാൻ അത്രയ്ക്ക് പഠിച്ചത് കൊണ്ടായിരുന്നു എൻ്റെ കുറവ് അറ്റൻഡൻസിൽ നിന്നും എനിക്ക് ഇത്രയും മാർക്ക് കിട്ടിയത്. ദാറ്റ് ഈസ് സംതിങ് ഐ ജസ്റ്റ് കാൺ ബിലീവ്. ബിക്കോസ് എനിക്ക് ലാസ്റ്റ് സെമസ്റ്ററിൽ ഞാൻ നല്ലപോലെ പഠിച്ചു, നല്ല അറ്റൻഡൻസ് ഉണ്ടായിരുന്നു. ഐ തിങ്ക് ഐ ഹാഡ് ലൈക്ക് 97% അറ്റൻഡൻസ് ആൻഡ് നല്ലപോലെ പഠിക്കുകയും ചെയ്തു. ആൻഡ് വി ഹാഡ് ലൈക്ക് 7 പേപ്പേഴ്സ്. ഈ സെമസ്റ്ററിന് വി ഓൺലി ഹാഡ് ലൈക്ക് 5 പേപ്പേഴ്സേ ഉണ്ടായിരുന്നുള്ളൂ. അതിലെനിക്ക് ഇത്രയും കിട്ടിയതിൽ ഐ എം ജസ്റ്റ് ടോട്ടലി വെരി ഹാപ്പി. നമുക്കൊരു CPA എന്നൊക്കെ പറഞ്ഞ സംഭവം വന്നു, അതിലും എനിക്ക് A ഉണ്ട്. ഐ കാൺ ബിലീവ് ഇറ്റ്. ലൈക്ക് എനിക്ക് ഇൻഡിവിജ്വൽ മാർക്സ് വന്നിട്ടില്ല ഇതുവരെ. ഐ നീഡ് ടു ചെക്ക്, അത് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് വരും. ഐ ആം വെരി ഹാപ്പി. ലൈക്ക് ഞാൻ എന്നൊരു ഭയങ്കര ഒരു ഹാപ്പി ഡേ. ഐ മീൻ ഐ വാസ് ഹാപ്പി ഉള്ളി. റൂമിൽ വന്നപ്പോൾ ഐ വാസ് ലൈക്ക് പോയി കിടന്നുറങ്ങാം. ബിക്കോസ് നമ്മൾ ട്രാവൽ ചെയ്ത് വന്നതുകൊണ്ട് ഒട്ടും ഉറങ്ങിയില്ലായിരുന്നു. ബട്ട് ദിസ് ജസ്റ്റ് മെയ്ഡ് മീ സോ ഹാപ്പി. ലൈക്ക് ഭയങ്കര ഹാപ്പി. ലാസ്റ്റ് ടൈം എനിക്ക് റിസൾട്ട് വന്നതും ഞാൻ എവിടെയോ ലാൻഡ് ചെയ്തപ്പോഴായിരുന്നു. ഞാൻ മുംബൈയിൽ ലാൻഡ് ചെയ്തപ്പോൾ ഡിസംബറിൽ. അന്ന് എൻ്റെ ഫസ്റ്റ് ടൈം എനിക്ക് A ഗ്രേഡ് കിട്ടിയതായിരുന്നു. ബിക്കോസ് 4th സെമസ്റ്ററിലേക്ക് ഡ്രോപ്പ് B ആയി പോയതാ, തൊട്ട് താഴെ പോയി. ഓവറോൾ എന്ന് വെച്ചാൽ ഓവറോൾ ആവറേജ് എടുത്തൊരു ഗ്രേഡ് ഉണ്ട്, AB or whatever. അതെനിക്കറിയില്ല. ഇപ്പൊ അവസാനം ഒരു CCP എന്ന് പറയുന്ന സംഭവം അയച്ചിട്ടുണ്ട്. അതിൽ എനിക്ക് 8.6 ഉണ്ട്, ദാറ്റ് ഈസ് A. പക്ഷെ അത് ഓവറോൾ ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഐ ഡോണ്ട് തിങ്ക്. B കുറെ ഉണ്ടെങ്കിൽ ഓവറോൾ A. പക്ഷെ എന്റെ 2 B is like 7.96 and 7.98. ബാക്കിയെല്ലാം A ആണോ? So I have 4 B and 2 A. And 2 B is very low, like 7.5 7.2. 2 B ജസ്റ്റ് ബിലോ A പോലെ ആയിരിക്കും. പക്ഷെ എനിക്ക് അറിയത്തില്ല ഇപ്പൊ ഒരു CCPA അവരെന്തിനാ അയച്ചതെന്ന് എനിക്ക് അറിയത്തില്ല. ദാറ്റ് ഇസ് 8.06. ദാറ്റ് ഇസ് A. ഐ ഡോണ്ട് നോ. എന്താണെങ്കിലും എവിടെയോ ഒരു Aയിലുണ്ട്. എനിക്ക് ടോട്ടല് അഫ്കോഴ്സ് M1 to M6 എനിക്ക് A കിട്ടുന്ന ഒരു പ്രതീക്ഷയില്ല. ബിക്കോസ് എനിക്ക് 4 എണ്ണം ഞാൻ B ആയി പോയി. 2 എണ്ണം B ആകും നല്ല ഉറപ്പായിരുന്നു. ഐ മീൻ ആക്ച്വലി 4 B ആവുന്ന ഉറപ്പായിരുന്നു കേട്ടോ. ഞാൻ M6 B എന്ന് ഞാൻ എഴുതി വെച്ചായിരുന്നു എവിടെയോ. ഐ ജസ്റ്റ് കാൺട്ട് ബിലീവ്. ഐ എം സോ ഹാപ്പി. ലൈക്ക് അത്രയ്ക്ക് ഞാൻ പഠിച്ചു. ആണോ? ലൈക്ക് അത് ഞാൻ സഹിക്കാൻ പറ്റില്ല. കാരണം ഞാൻ സ്ട്രെസ് അടിച്ച് ഞാൻ കരഞ്ഞു പോയിട്ടുണ്ട്. ഞാൻ ട്രെയിനിലിരുന്ന് ഫ്ലൈറ്റിൽ ഇരുന്ന് ഞാൻ കാറിൽ ഇരുന്ന് വരെ പഠിച്ചായിരുന്നു. കള്ളബുജിയൊന്നുമല്ല. ഐ തിങ്ക് ഞാൻ ആ പഠിച്ചത് വർത്തിട്ടായി. ഞാൻ എന്റെ പവഴമല്ലിയുടെ BTS വീഡിയോയില് എന്തോ ഒരു റെഫറൻസ് വന്നപ്പോ പറഞ്ഞിട്ടുണ്ട്, ഇവള് മറ്റേ പഠിച്ചില്ല എന്ന് പറഞ്ഞിട്ട് മാർക്ക് വരുമ്പോ 50-ല് 45 46. അപ്പൊ ഇവൾ അങ്ങനെ പറഞ്ഞ അങ്ങനെയൊന്നും അല്ല കേട്ടോ എന്നൊക്കെ കണ്ടല്ലോ. ആക്ച്വലി ഇത് അൺഎക്സ്പെക്ടഡ് ആയിപ്പോയി. കാരണം ശരിക്കും ഞാൻ ഫെയിലാവെന്ന് പറയാൻ ഫെയിൽ ആകും. മാർക്ക് കുറവെന്ന് പറയാൻ മാർക്ക് കോളേജിൽ ഒരിക്കലും ഫെയിൽ ആകുന്ന സിറ്റുവേഷൻ. ഞാൻ നല്ല മാർക്ക് കിട്ടുന്ന പറഞ്ഞാൽ പോലും ഫെയിൽ ആയിട്ടുണ്ട്. ഞാൻ എക്സ്പെക്ടേഷനെക്കാളും ഞാൻ തിരിച്ച് നെഗറ്റീവ് പറയും, പോസിറ്റീവായി ചിന്തിക്കും ഞാൻ. സോ അതാണ് ഗൈസ്, എനിക്ക് ഭയങ്കര സന്തോഷമായിപ്പോയി. ഇപ്പൊ നിങ്ങളൊക്കെ പറയും ഇംഗ്ലീഷൊക്കെ എളുപ്പമല്ലേ എന്ന് ചോദിച്ചാൽ ഇംഗ്ലീഷ് ഭയങ്കര പാടൊന്നുമല്ല. അത് കറക്റ്റാണ് അഫ്കോഴ്സ്. പക്ഷെ ഇംഗ്ലീഷിന് കുറേ സംഭവം ഉണ്ട്. എന്നുവെച്ചാൽ ചുമ്മാ ഒന്നും പഠിക്കാതെ പോയി എഴുതിയ മാർക്കൊന്നും കിട്ടില്ല. പഠിക്കണം, നല്ല മാർക്കിന് പഠിക്കണം. സോ I'm proud. I'm very happy. Like I did it. എന്നുവെച്ചാൽ കോളേജ് തീർന്നല്ലോ. ഇനിയിപ്പോൾ എനിക്ക് നെക്സ്റ്റ് ഒരു എക്സാം ഇല്ലല്ലോ. അപ്പൊ എനിക്ക് ഇത് സത്യമായിട്ടും ലൈക്ക് SEM 5 ഞാൻ വെച്ച് ഇനിയിപ്പോ പോയി. SEM 6 ഒക്കെ കുറെ അറ്റൻഡൻസ് ഒക്കെ പോയല്ലോ, കുറെ ആബ്സെന്റ് ആയില്ലേ. ഞാൻ പോലും പിന്നെ അറ്റൻഡൻസും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ A+ കിട്ടില്ല. ഇല്ല, അത്രയും വരത്തില്ല. 8.69 ആണ് എന്റെ സ്കോർ. A+ന് 9 വേണം, 9.0. 8.85 ഒക്കെ ആയിരുന്നേനും. വലിയ വ്യത്യാസമല്ല, പക്ഷെ എന്നാലും അൺബിലീവബിൾ. ഞാൻ ബിക്കോസ് ഐ ഡിഡ് ടെൽ മൈസെൽഫ് 7.9ന്റെ മേളിൽ പ്രതീക്ഷിക്കണ്ട. ഇത്രയും ഒരു ജമ്പ്. ബിക്കോസ് B ഗ്രേഡ് കിട്ടും. ബിക്കോസ് അത്രയ്ക്ക് ഞാൻ പഠിച്ചെഴുതിയായിരുന്നു. അറ്റൻഡൻസിന്റെ കാര്യത്തിൽ ഞാൻ ക്വിറ്റ് ചെയ്തു. പിന്നെ അറ്റൻഡൻസ് കാരണം മാർക്ക് കിട്ടില്ല എന്നൊക്കെ ഞാൻ പറഞ്ഞു. ഞാൻ അറ്റൻഡൻസിന് വേണ്ടി ആ കോളേജിൽ പോണേന്ന് വരെ ഇന്റർവ്യൂല് പറഞ്ഞായിരുന്നു. അത് കറക്റ്റ് ആയിരുന്നു. ബട്ട് ഞാൻ മറ്റേ ഷൂട്ടല്ല, ഞാൻ ഹോസ്പിറ്റലല്ല, അതല്ലാതെ ഞാൻ ഒരിക്കൽ പോലും കട്ട് ചെയ്യില്ലായിരുന്നു ക്ലാസ്. കാരണം അത്രയ്ക്ക് ഐ വാസ് ലൈക്ക് എനിക്ക് വേണം 90. അങ്ങനെ എന്തൊരു പറയാൻ, നെവർ മൈൻഡ്. സോ അതായിരുന്നു. അപ്പോൾ കോളേജ് എനിക്കൊരു കിഡിയ രീതിയിൽ എനിക്ക് എൻഡ് ചെയ്യാൻ പറ്റി. ലൈക്ക് ഇങ്ങനെ
കഷ്ടമായി. ബെസ്റ്റ് മാർക്ക് കിട്ടിയപ്പോൾ കോളേജ് തീർന്നു പോയി. ആൾക്കാരെ അറിയിക്കാനും പറ്റിയില്ല. എന്ത് ചെയ്യാനാണ്, അതാണ് സംഭവം. എനിവേസ് അതാണ് എൻ്റെ ജസ്റ്റ് ഒരു വാർത്ത അറിയിക്കാനാണ് കേട്ടോ 6 മിനിറ്റ് സംസാരിച്ച്. 6 അല്ല, എത്ര 9 മിനിറ്റ് ആവും തോന്നുന്നു, 8 ഐ തിങ്ക്. എനിവേസ് ഗൈസ്, സോ ഐ എം ജസ്റ്റ് വെരി ഹാപ്പി. ഞാൻ ഈ കുർത്ത കാണിച്ചു തരാം. സൽവാർ കുർത്ത ബ്യൂട്ടിഫുൾ ആണ്. എനിക്കിന്റെ കളർ, എനിക്ക് ഈ ഡ്രസ് ഇട്ടപ്പോൾ എന്താ ഓർമ്മ വന്നില്ല, ഓസിന്റെ ബേബി ഷവറിൽ എൻ്റെ യെല്ലോ ഡ്രസ് ഓർമ്മ വന്നത്. ഇറ്റ്സ് ലൈക്ക് ദ സെയിം ഷെയ്ഡ്. എനിക്കിപ്പോ ഒന്ന് ഷോക്ക് അടിച്ചു. എന്തോ എങ്ങനെ ഷോക്ക് അടിച്ച് ഇതിന് പറയാൻ. അപ്പൊ കൃഷ്ണയ്ക്ക് ഒരു ഷോ ചെയ്ത്. സോ ഗൈസ്, ഈ ചില റീൽസ് ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. മറ്റേ എന്തായിരുന്നു, വാലന്റൈൻസ് ഡേക്കൊക്കെ അവരിങ്ങനെ ഒരു റീല് പോലെ ചെയ്യും. അവർ കിട്ടിയ ബൊക്കെയൊക്കെ, ഇത് എനിക്ക് കിട്ടിയ ബൊക്കെ അല്ല, അത് കൃഷ്ണയ്ക്ക് കിട്ടിയ, അച്ഛന് കിട്ടിയ ബൊക്കെയാണ്. ഞാൻ കൃഷ്ണ എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ ആലോചിക്കും, ആരേ കൃഷ്ണ? ഇറ്റ്സ് മൈ ഡാഡ്. അച്ഛനെ കിട്ടിയ ബൊക്കെയാണ്. ദിസ് ഇസ് ഐ തിങ്ക് ദ ബിഗ്ഗസ്റ്റ് ബൊക്കെ ഞാൻ പിടിച്ചിട്ടുള്ള ലൈഫിൽ. ഇസ്ന്റ് ഇറ്റ് സോ ക്യൂട്ട്? എൻ്റെ ഡ്രസ്സിനെ മാച്ച് ചെയ്യുന്നുണ്ട്. ഐ വുഡ് ലൈക്ക് ടു ഗെറ്റ് ഒരു ബിഗ് ബൊക്കെ. സോ എനിക്കൊരു ഗ്രാജുവേഷൻ സെറമണി ഉണ്ട്, പക്ഷെ ആ സെറമണിൻ്റെ പേര് മാറി, ഇപ്പോൾ കോഴ്സ് കംപ്ലീഷൻ സെറമണി. വ്യത്യാസം എന്താണെന്ന് എനിക്ക് ആക്ച്വലി അറിയില്ല. ബട്ട് ഐ ഹോപ്പ് ഇറ്റ് വുഡ് ബി ലൈക്ക് സംതിങ് ലൈക്ക് എ ഗ്രാജുവേഷൻ. ബിക്കോസ് ലെറ്റ് മീ ടെൽ യു സംതിങ്, ഞാൻ എൻ്റെ സ്കൂളിൽ നിന്നൊക്കെ പറഞ്ഞാൽ ഇപ്പോൾ വീടിൻ ഹാവ് എ ഗ്രാജുവേഷൻ സെറമണി അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. നമ്മുടെ സ്കൂളിൽ പണ്ടുമില്ലായിരുന്നു. ബട്ട് എവറി നെയ്ബറിങ് സ്കൂൾസ് എല്ലാവർക്കും ഗ്രാജുവേഷൻ ഉണ്ടായിരുന്നു. ആൻഡ് എനിക്ക് തന്നെ പിള്ളേരുടെയൊക്കെ സ്റ്റോറിയൊക്കെ കാണുമ്പോൾ എല്ലാവരും മറ്റേ ഗ്രാജുവേഷൻ തൊപ്പിക്കോട്ടെ ലൈക്ക്, എടാ ഞാൻ സ്കൂൾ ഗ്രാജുവേറ്റ് ആയി നമുക്കൊന്നും ഇല്ലായിരുന്നല്ലോ. അപ്പോൾ എനിക്ക് വിഷമം ഉണ്ടായിരുന്നു. പിന്നെ വിളിച്ചു, എൻ്റെ ചേച്ചിമാർ ഈ കോളേജിൽ പഠിച്ചിട്ടുണ്ട്, അവർക്കും ഗ്രാജുവേഷൻ സെറമണി ഇല്ലായിരുന്നു. അതിൽ ഈ കോളേജിലും അതില്ല, അങ്ങനെ പറഞ്ഞിരുന്നത്. സോ ഐ എം നോട്ട് ഷുവർ ഇഫ് ഇറ്റ് സ്റ്റിൽ എ ഗ്രാജുവേഷൻ സെറമണി. എന്തോന്നും ഒരു സെറമണി ഉണ്ട്. മാറവാനേജിൻ്റെ ഫസ്റ്റ് ടൈം ചെയ്യുന്നതാണ്. ഞാൻ ആക്ച്വലി ലാസ്റ്റ് ഇയർ ഡിസംബർ ടൈമിലൊക്കെ എപ്പോഴും ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്, നമ്മൾ എന്തായാലും ഗ്രാജുവേറ്റ് ആവുന്നു, ഒരു ഗ്രാജുവേഷൻ സെറമണി വെച്ചുകൂടെ? ബിക്കോസ് സ്കൂൾസ് നടത്താറുണ്ട്, ഇപ്പോൾ കോളേജിനും കൂടെ നടത്തിക്കൊണ്ട് ഞാൻ ആലോചിച്ചിട്ടുണ്ട്. ഞാൻ എപ്പോഴും എൻ്റെ ഫ്രണ്ട്സിനോട് ഫ്രണ്ട്സൊക്കെ പറയും അത് നടക്കത്തില്ല, നമ്മുടെ കോളേജിൽ ഇന്നേ വരെ നടന്നിട്ടില്ലല്ലോ, എടാ വെറുതെ ചോദിക്കണ്ട എന്നൊക്കെ ഇങ്ങനെ പറയും. ഞാനങ്ങ് വിട്ടു കളഞ്ഞു. ലിറ്ററലി May 9th or something, we just got a notification, Maravan's first graduation ceremony. I was screaming because നമ്മുടെ മനസ്സിൽ ആഗ്രഹിച്ചൊരു കാര്യം, പക്ഷെ നമ്മൾ ഒരാളോട് പറഞ്ഞില്ല അത് വേണമെന്ന്. മൽമൽ സ്റ്റോറിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സൽവാർ, പക്ഷെ ഞാൻ ഓൺലൈൻ ഓർഡർ ചെയ്യാമെന്ന് വിചാരിച്ചു. ബിക്കോസ് ഒരു ഫ്രഷ് പീസ് വേണമായിരുന്നല്ലോ, ചെറിയൊരു ഡാമേജ് ഉണ്ടായിരുന്നു. ബട്ട് ഇറ്റ്സ് എ വെരി ക്യൂട്ട്. ഹായ് ഗൈസ്, ഭയങ്കര ഷോപ്പിംഗ് ആയിരുന്നു ചെയ്യാൻ. ഞാൻ മേടിക്കുന്ന ഓർഡർ ചെയ്ത് സൽവാർ ഷോപ്പ് തപ്പി വന്നത്. ആൻഡ് ഇറ്റ് വാസ് ഇൻ എ കോംപ്ലക്സ്. ആ കോംപ്ലക്സിന് സെറ്റ് നമുക്ക് വേണ്ടപ്പെട്ട ഒരു ഷൂ കട ഇവിടെ ഉണ്ട്, ഗോബ്ലറ്റ്. ഞാൻ ഗോബ്ലറ്റ് ഓടിപ്പോയി. ഞാനൊരു സൽവാർ ഓർഡർ ചെയ്തു, എന്നുവെച്ചാൽ മേടിച്ചു പേയ്മെന്റ് ചെയ്തു, പക്ഷെ ഓർഡർ ചെയ്തു ബിക്കോസ് ഫ്രഷ് പീസ് വേണം. അതുപോലെ ഇരിക്കുന്ന ഒരു ഹീൽസ് ഉണ്ടായിരുന്നു അവിടെ. ഇറ്റ് വാസ് വെരി ക്യൂട്ട്. എന്നുവെച്ചാൽ ഓൺ എ നോർമൽ പർപ്പസ് അത് വാവല്ല, പക്ഷെ ആ ഡ്രസ്സിന് സൂപ്പർ ആയിരുന്നു. ഞാൻ എല്ലാത്തിൻ്റെ കൂടെ ഇടാൻ സാരിക്ക് വേണ്ടി ഒരു ഹീൽസ് മേടിച്ചു. സോ ഐ കൻ ലൈക്ക് യൂസ് ഫോർ ഓൾ സാരീസ്. അല്ലെങ്കിൽ എപ്പോഴും സാരിക്ക് ഞാൻ ചെറിയ ഹീൽസ് ഇടുന്നത്, അതാണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു, തട്ടി വീഴും. ഞാൻ Hi guys, I'm gonna check my individual marks. ഭയങ്കര വലുതൊന്നും അല്ല. It's gonna be, I don't know. Let's check. Select the semester as Sem 6. Aish. Oh. എല്ലാത്തിനേ വാവ്.
അതിപ്പോൾ പ്രോജക്റ്റിന് A+. വെറുതെ അല്ല ഇത്രയും നല്ല മാർക്കിട്ട്. ആദ്യമായിട്ട് എനിക്ക് ഇത്രയൊക്കെ നല്ല മാർക്കിട്ടിനെ. സോ എൻ്റെ സെം 4 ഇറ്റ് വാസ് ലൈക്ക് ദിസ്, സെം 5 ഇവിടെ നിന്ന് വെൻ ലൈക്ക് ദിസ്, ആൻഡ് സെം 6 ഇവിടെ. ഓക്കെ ഗൈസ്, സോ ഞാൻ നോക്കിക്കൊണ്ടിരിക്കുമെന്ന് പറയില്ല. ഓവറോൾ എനിക്ക് ഓവറോൾ എൻ്റെ കോളേജ് സെം 1, 2, 3, 4, 5, 6 ഓവറോൾ ഈസ് A grade. സോ ഐ എം ജസ്റ്റ് റിയലി ഹാപ്പി. ഞാൻ അത് വീട്ടിൽ പറയുമ്പോൾ അമ്മ വാസ് ലൈക്ക് സോ പ്രൗഡ്. അച്ഛനൊക്കെ പോളി എന്നൊക്കെ പറഞ്ഞു. ഇഷാനിക്കൊക്കെ ഇവൻ തേർഡ് ഇൻ ബിലീവ്. ഒന്നുമില്ല പറയാൻ. ഐ എം വെരി ഹാപ്പി. ഐ മീൻ ലൈക്ക് ഐ വാസ് ഏബിൾ ടു ബാലൻസ് എവറിഥിങ്, മാനേജ് എവറിഥിങ്, ലൈക്ക് ബാലൻസ് സോഷ്യൽ മീഡിയ, ഷൂട്ട്, ഹെൽത്തും എല്ലാം വിത്ത് മൈ അക്കാഡമിക്സ്, മൈ സ്റ്റഡീസ് ആൻഡ് എവറിഥിങ്. സോ പറയാൻ പറ്റില്ല, ലൈക്ക് മേ ബി ഞാൻ സോഷ്യൽ മീഡിയയിൽ അത്ര ആക്റ്റീവ് ഒന്നുമല്ല, ഞാൻ ഷൂട്ട് അങ്ങനെ ഒന്നും ഇല്ലായിരുന്നെങ്കിൽ ഐ കുഡ് ഈസിലി സ്കോർ A+. ലൈക്ക് എനിക്ക് എൻ്റെ ഫുൾ ടൈമും ലൈക്ക് കുറച്ചും കൂടെ ടൈം എനിക്ക് സ്റ്റഡീസിന് കൊടുക്കാൻ പറ്റിയിരുന്നേനെ. ഞാൻ ആക്ച്വലി എക്സാമിൻ്റെ തലേന്ന് മാത്രമേ പഠിക്കൂ, എന്നിട്ടാണ് ഐ സ്കോർ ഇത്രയും. ഐ മീൻ മേ ബി, ബട്ട് ഐ ഹാവ് ടു ബാലൻസ് ബോത്ത്. സോ ഇത്ര തന്നെ ഇറ്റ്സ് എ ലോട്ട് ഫോർ മീ. ഇത്ര മതി. I mean, then it's very nice, but you know, guys, work hard, never give up. എന്തൊക്കെയാ പറയുന്നത്? ഇംഗ്ലീഷൊക്കെ പഠിക്കുന്ന ആരെങ്കിലും എൻ്റെ വീഡിയോ കാണുവാണെങ്കിൽ ഡു സ്റ്റഡി വെൽ, യുൽ ഫീൽ വെരി നൈസ്. നല്ലപോലെ പഠിക്കുമ്പോൾ, ബിക്കോസ് അവസാനമാകുമ്പോൾ നമ്മൾ വിചാരിക്കും അയ്യോ നേരത്തെ നല്ലപോലെ പഠിച്ചാൽ മതി. when you don't score nice marks. മാർക്സിലൊക്കെ ഭയങ്കര സീരിയസ് ആയിട്ട് മാർക്സിനെയൊക്കെ കാണുന്ന ആൾക്കാരെ ആണ് ഞാൻ പറയുന്നത്. sometimes it does feel better to study more, so that when you get the results you're like yeah, good that I studied nicely. Because എനിക്ക് സെക്കൻഡ് സെമസ്റ്ററിലൊക്കെ I was like oh, I should have studied better. അങ്ങനെ തോന്നിയിട്ടുണ്ടായിരുന്നു. You can. സോ ഇതിപ്പോൾ എഡിറ്റിംഗിൻ്റെ ഇടയിലെ ക്ലിപ്പാണ്. ഞാൻ ആ പിങ്ക് ഡ്രസ്സ് ഇട്ടിട്ട് ഞാൻ പറയുന്ന ടൈമിൽ എനിക്ക് ഓവറോൾ ഗ്രേഡ് അറിയില്ലായിരുന്നു. ലൈക്ക് CCPA എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നു, ബട്ട് ഐ ഡിഡ്ന്റ് നോ ഇറ്റ് വാസ് ഓവറോൾ. ഐ കാൺട്ട് ബിലീവ് ഗൈസ്, ഐ എം വെരി പ്രൗഡ്. ഐ മീൻ ഇപ്പം എനിക്ക് വിഷമമാവുന്നു. എക്സാമൊക്കെ ഇനി എഴുതാൻ തോന്നുന്നു, കോളേജിലൊക്കെ ഇനിയും പോകാനൊക്കെ തോന്നുന്നു. ഇറ്റ്സ് ഓക്കെ, ഐ ഡിഡ് മൈ പാർട്ട് വെരി വെൽ, ഐ ഡിഡ് മൈ ജോബ്. Okay, bye.